Hello all, welcome back to our channel Career Craft Kerala PSC. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ആരംഭിച്ച PYQ ഡിസ്കഷനിലെ അടുത്ത ക്ലാസ്സാണിത്. ഇപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. ഓഗസ്റ്റ് 2-നും ഓഗസ്റ്റ് 9-നൊക്കെ ആയിട്ടാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊരു റിവിഷനായിട്ട് എടുക്കുക. 2023 അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ചോദ്യപേപ്പറിലെ ആദ്യ 10 ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് മറ്റ് 10 ചോദ്യങ്ങൾ നോക്കാം. എല്ലാ ദിവസവും ഈ ഒരു സെഷൻ ഉണ്ടായിരിക്കും. എല്ലാവരും ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018-ലാണ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ഇത് രണ്ടാണ് ഉത്തരം വരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നായിരുന്നു. അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്നത് 2015-ലായിരുന്നു. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വരുന്നത് 2015-ലാണ്. ഇവിടെ 2018-ലാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അവസാന അധ്യക്ഷനാരായിരുന്നു? നരേന്ദ്രമോദി. അപ്പോൾ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെയൊക്കെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ഹരിത വിപ്ലവം അത് നമുക്കറിയാം എന്താണ്? ഭക്ഷ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ധവള വിപ്ലവം അത് നമുക്കറിയാം പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നീല വിപ്ലവം മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനമാണ്. സുവർണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനമാണ്. അപ്പോൾ ഇവിടെ ഹരിത വിപ്ലവം ഓപ്ഷൻ എ മൂന്നാമത്തേതിനുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ബി നാലാമത്തേതിനായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. സി ഒന്നാമത്തേതിനായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഡി അഞ്ചാമത്തേതിനും ഇ രണ്ടാമത്തേതിനായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. അടുത്ത ചോദ്യം, 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കേരളം, ഛത്തീസ്ഗഡ്. ക്രമം വരുന്നത് കേരളം, പുതുച്ചേരി, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്. ഈ ക്രമത്തിലാണ് ഇവിടെ ഉത്തരം വരുന്നത്. അപ്പോൾ 2011 സെൻസസ് അനുസരിച്ച് കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഉള്ളത്. കേരളത്തിലാണ് കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഉള്ളത്. 1084 കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം. 2011 ഇന്ത്യയുടെ 15ാമത്തെ സെൻസസ് ആയിരുന്നു നടന്നത്. 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കാറുള്ളത്. പക്ഷേ 2021 കോവിഡ് ശരിക്കും നടക്കേണ്ടത് ഇനി 2021 2011 കഴിഞ്ഞിട്ട്. 2021 കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട് സെൻസസ് നടത്താൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്നത് 2027 ഈ അടുത്താണ് ഇതിൻ്റെയൊക്കെ വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത്. 2027 ഇനി സെൻസസ് നടക്കും എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ഊർജിത് പട്ടേൽ, ഡി സുബ്ബറാവു, ശക്തികാന്ത ദാസ്, രഘുറാം രാജൻ. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അന്ന് ശക്തികാന്ത ദാസ് ആയിരുന്നു ഗവർണർ. അതായത് ഇപ്പോൾ സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഗവർണർ. ഓർത്തു വയ്ക്കുക.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതല്ല? സാമ്പത്തിക വളർച്ച, സാശ്രയത്വം, ആധുനികവൽക്കരണം, കയറ്റുമതി. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. സാമ്പത്തിക വളർച്ച, സാശ്രയത്വം, ആധുനികവൽക്കരണം ഇവയൊക്കെയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. കയറ്റുമതി ഇതിൽ ഉൾപ്പെടില്ല. ആദ്യത്തെ 3 ഓപ്ഷൻസാണ് ഇവിടെ അടിസ്ഥാന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്ന ഉദ്ദേശത്തോടെ ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികൾ ലോകത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്? സോവിയറ്റ് യൂണിയനിലായിരുന്നു ആദ്യമായി നടപ്പിലാക്കിയത്. ജോസഫ് സ്റ്റാലിനായിരുന്നു ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ ആരാ അങ്ങനെ നടപ്പിലാക്കിയത്? നമ്മുടെ നെഹ്റു ആയിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ട്രെൻഡിങ് ആയിരുന്നല്ലോ അത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജനാധിപത്യേതര ഗവൺമെൻറ് എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. ഇത് ശരിക്കും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം, 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ഇത് രണ്ടും ജനാധിപത്യ ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 2ാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്, ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. ഇത് രണ്ടുമാണ് ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവർ ചേർന്നതാണ്. കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം ഇവരൊക്കെ ഉൾപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. 1, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണിത്. ആദ്യം എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. പിന്നെ നോമിനേഷൻ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. പിന്നെ അത് സൂക്ഷ്മ പരിശോധന നടത്തുന്നു. നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസരം നൽകുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം വരുന്നു, 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്, 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്, 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും അവസാനം. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏവയെന്ന് കണ്ടെത്തുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം, സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനുള്ള അവകാശം. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? 6 മൗലികാവകാശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം,
ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നിങ്ങനെ 6 മൗലികാവകാശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചിട്ട് അനുച്ഛേദം 19 മുതൽ 22 വരെയാണ് പറയുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം, ഇവയൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് ഏവയെന്ന് കണ്ടെത്തുക. 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 103 ഭരണഘടനാ ഭേദഗതികൾ, 22 ഭാഗങ്ങൾ. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1-4 സ്റ്റേറ്റ്മെൻറ്റ് 1-4 കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങൾ ഇപ്പോഴത്തെ ഉള്ളടക്കത്തിൽ, ഭരണഘടനയുടെ ഇപ്പോഴത്തെ ഉള്ളടക്കത്തിൽ 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും ഉണ്ടെന്നാണ് PSCയുടെ ആൻസർ വരുന്നത്. അപ്പോൾ ശരിക്ക് കറക്റ്റ് എന്താണെന്ന് വെച്ചാൽ 470ഓളം അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളും ഭരണഘടനയിലുണ്ട് ശരിക്കും ഇപ്പോൾ. അപ്പോൾ ഓപ്ഷൻസ് നോക്കി മാത്രം ഉത്തരം എഴുതുക. ചിലപ്പോൾ ഇതുപോലത്തെ 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദ്യം വരിക. അപ്പോൾ അത് ആൻസർ ചെയ്യാം. അല്ല കറക്റ്റായിട്ട് ഈ 470 ആർട്ടിക്കിൾസ്, 12 പട്ടികകൾ, 25 ഭാഗങ്ങൾ എന്നുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാം. അപ്പോൾ ഓക്കെ ദെൻ ഇനി നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ സെഷൻ നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.